അരുവിക്കര UDF സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ VS ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് N ശക്തൻ. VS ശിവകുമാർ പാരവെച്ച തോൽപ്പിക്കുന്നതാണെന്നും തന്നെ തോൽപ്പിച്ചതിന് പിന്നിലും ശിവകുമാറാണെന്നും N ശക്തൻ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ശക്തൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ്. ശിവകുമാറല്ലേ ഈ ജില്ലയിലെ കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിച്ചത്. കോൺഗ്രസിന്റെ എത്രയോ സ്ഥാനാർത്ഥികളെ സ്ഥിരമായി പാരവെച്ച് തോൽപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ശിവകുമാറാണ്. ഞാൻ ഏതെങ്കിലും ഒരു സീറ്റ് എനിക്ക് തരണമെന്ന് കാട്ടെ. പിന്നെ ബി ജെ പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. ശിവകുമാറല്ലേ ഈ ജില്ലയിലെ കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിച്ചത്. കോൺഗ്രസിന്റെ എത്രയോ സ്ഥാനാർത്ഥികളെ സ്ഥിരമായി പാരവെച്ച് തോൽപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ശിവകുമാറാണ്. ഞാൻ ഏതെങ്കിലും ഒരു സീറ്റ് എനിക്ക് തരണമെന്ന് കാട്ടെ. പിന്നെ ബി ജെ പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. ഇപ്പോൾ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നു. നൃപൻ, ഈ പാർട്ടിക്കെതിരെ ആരോപിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. S ശിവകുമാറിനെതിരെ ഗുരുതര ആരോപണവുമായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് N ശക്തൻ രംഗത്തെത്തിയിരിക്കുന്നത്. VS ശിവകുമാർ പാരവെച്ച് തോൽപ്പിക്കുന്നതാണെന്നും തന്നെ തോൽപ്പിച്ചതിന് പിന്നിലും ശിവകുമാർ ആണെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും. ഇപ്പോൾ N ശക്തൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. ഇപ്പോൾ നെയ്യാറ്റിൻകര അസംബ്ലി മണ്ഡലത്തിലെ അവരുടെ UDF സ്ഥാനാർത്ഥിയാണ്. VS ശിവകുമാർ അരുവിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയാണ്. അപ്പോൾ പരസ്പരം നേതാക്കൾ പാരവച്ചു എന്ന കാര്യം N ശക്തൻ തന്നെ നേരത്തെ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ മറ്റൊരാളോട് പറയുന്ന സംഭാഷണമാണ് ഇപ്പോൾ ഓഡിയോ ക്ലിപ്പാണ് പുറത്തായിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലുള്ള പരസ്പരം പാരവച്ചാണ് തന്നെ പരാജയപ്പെടുത്തിയതെന്ന് അതിന് ശിവകുമാറാണ് കാരണക്കാരനെന്നും N ശക്തൻ പറയുന്നുണ്ട്. സ്ഥിരമായി നേതാക്കളെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തുന്ന ആളാണ് ശിവകുമാർ എന്നതാണ് ശക്തന്റെ വിമർശനം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ മാറ്റി നിർത്തിയതും മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയതൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറി എന്നും ശക്തൻ പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തിയത് ഭാഗമായി ചില വിഭാഗങ്ങളെ തഴഞ്ഞതിൽ വലിയ തിരിച്ചടി ഉണ്ടായി. തനിക്ക് ഉള്ള സ്വാധീനം പാർട്ടി ഉപയോഗിച്ചില്ല. പാർട്ടിയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നൽകുന്നത്. അതുകൊണ്ടാണ് വലിയ തരത്തിലുള്ള തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടായത്. അങ്ങനെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെയും കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെതിരെയും അതിശക്തമായ വിമർശനം ശക്തന്റെ ഈ ടെലിഫോൺ സംഭാഷണത്തിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടി N ശക്തൻ നെയ്യാറ്റിൻകര സ്ഥാനാർത്ഥിയും മറ്റേയാൾ VS ശിവകുമാർ അരുവിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴാണ് നേതാക്കൾ ഈ ശിവകുമാറിനെ തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന, കോൺഗ്രസിൽ തന്നെ പാരവെച്ച് തോൽപ്പിച്ചു എന്നും ഇരു ഗ്രൂപ്പുകളും വാരിയാണ് തന്നെ ഐയും A ഗ്രൂപ്പുകളും ഒന്നിച്ച് വാരിയാണ് കാട്ടാക്കട മണ്ഡലത്തിൽ തന്നെ തോൽപ്പിച്ചതെന്നും ശക്തൻ ഈ ഓഡിയോ ക്ലിപ്പിൽ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ശക്തന്റെ ഈ ഓഡിയോ സംഭാഷണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിക്കുകയാണ്. ശരി, എന്തായാലും പാർട്ടിക്കെതിരെ തുറന്നടിക്കുന്ന N ശക്തന്റെ ഓഡിയോ സംഭാഷണം അടക്കമായപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്.